എൻ്റെ കഥയുടെ പേര് അനുസരണക്കേടിൻ്റെ ഫലം. മുറ്റത്തെ മാവിൻ കൊമ്പിലാണ് കുഞ്ഞിത്തത്തയുടെ താമസം. ചുവന്ന കൊക്കും പച്ചയുടുപ്പുമിട്ട ഒരു കൊച്ചു സുന്ദരിയാണ് കുഞ്ഞിത്തത്ത. മാവിൻ്റെ കൊമ്പിൽ അവൾ തത്തി തത്തി നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. അടുത്ത മരത്തിലേക്കൊക്കെ പറക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമാണ്. പറഞ്ഞിട്ടെന്ത്, ചിറക് പൂർണ്ണമായും വളർന്നിട്ടില്ലല്ലോ. നേരം വെളുത്താൽ കുഞ്ഞിത്തത്തെ തനിച്ചാക്കി അമ്മത്തത്ത ഇര തേടി പോകും. പിന്നെ വൈകുന്നേരമാണ് വരിക. പോകുമ്പോൾ കുഞ്ഞിത്തത്തെ അമ്മത്തത്ത ഓർമ്മപ്പെടുത്തും. മോളെ, ദൂരേക്കൊന്നും പോകരുത്, ചുറ്റും ശത്രുക്കളാണ്. ഞാൻ വരുന്നത് വരെ കൂട്ടിൽ തന്നെ ഇരിക്കണം. അത് കേട്ട് കുഞ്ഞിത്തത്ത തലയാട്ടും. ഒരു നാൾ അമ്മത്തത്ത പോയ തക്കം നോക്കി കുഞ്ഞിത്തത്ത മെല്ലെ മുറ്റത്തേക്ക് വന്നു. അവൾ ചുറ്റിലും നോക്കി, ആരുമില്ല. അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് കൂട്ടിലെത്താമൽ എന്നൊക്കെ വിചാരിച്ചു. അവൾ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗമയോടെ നടക്കാൻ തുടങ്ങി. ഇതെല്ലാം പാണ്ഡൻ പൂച്ച കാണുന്നുണ്ടായിരുന്നു. കുറേ നാളായി അവൻ കുഞ്ഞിത്തത്തെ മറക്കുമത്ത് കാണും. ഇപ്പം ഇതാ ആ അവസ്ഥ. ഇനി ഓരോ നിമിഷം വൈകിച്ചുകൂടെ പാണ്ഡൻ വിചാരിച്ചു. പാവം കുഞ്ഞിത്തത്തയുണ്ടോ ഇതൊക്കെ അറിയുന്നു. അവൾ മുറ്റത്തെ അരിമണികൾ പെറുക്കി തിന്ന് അങ്ങനെ ചാടിച്ചാടി നടക്കുകയാണ്. പെട്ടെന്നാണ് പതിയിരുന്ന പാണ്ഡൻ പൂച്ച കുഞ്ഞിത്തത്തെ മേൽ ചാടി വീണത്. ഹായ്, കുഞ്ഞിത്തത്തെ കഴിഞ്ഞിട്ടി എന്ന് പറഞ്ഞ് പാണ്ഡൻ സന്തോഷിച്ചു. ദൂരെ നിന്ന് പറന്നു വന്ന അമ്മത്തത്ത പാണ്ഡൻ്റെ തലയ്ക്ക് ഞെരുക്കുത്ത്. പേടിച്ചു പോയ പാണ്ഡൻ കുഞ്ഞിത്തത്തെ വിട്ട് എവിടേക്കോ ഓടി മറിഞ്ഞു. പാണ്ഡൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞിത്തത്ത പിടിച്ചു വിളിച്ചു. അമ്മ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അമ്മ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിയതിൻ്റെ ഫലം കുഞ്ഞിത്തത്തയ്ക്ക് കിട്ടി. അന്ന് മുതൽ കുഞ്ഞിത്തത്ത അമ്മ പറയുന്നത് അനുസരിച്ചിട്ടേ ഉള്ളൂ. കുഞ്ഞിത്തത്തയുടെയും അമ്മത്തത്തയുടെയും കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ലേ? താങ്ക് യു.